തമാശ രൂപേണ എൻ്റെ പഴയ മെൻറ്റർ പറഞ്ഞിട്ടായിരുന്നു, ദുബൈയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാം, ജസ്റ്റ് ടു എന്താ പറയുക, ദുബൈയിൽ ആർക്കെങ്കിലും ബിസിനസ് ചെയ്യണമെങ്കിൽ, നേരത്തെ നിങ്ങൾ തേങ്ങൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ തന്നെ, നിങ്ങൾക്ക് തേങ്ങയാണ് വിൽക്കേണ്ടതെങ്കിൽ, നാട്ടിലാണ് നിങ്ങൾക്ക് തേങ്ങ വിൽക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം തൈ നടുക, എന്നിട്ട് അതിന് വെള്ളം ഒഴിക്കുക, ഒരു 4 വർഷമോ 5 വർഷമോ കാത്തിക്കുക, അല്ലെങ്കിൽ 7 or 8 years, എന്നിട്ട് അതിൽ നിന്ന് തേങ്ങ പറിക്കുക, എന്നിട്ട് തേങ്ങ വിൽക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ മോഡൽ. ദുബൈയിൽ നിങ്ങൾക്ക് തേങ്ങ വിൽക്കണമെങ്കിൽ ലോകത്തിൽ എവിടെയാണ് ഏറ്റവും ചീപ്പ് പ്രൈസിന് തേങ്ങ കിട്ടുക, അത് വാങ്ങിക്കുക, നിങ്ങളെ കയ്യിൽ 1 മണിക്കൂർ മുന്നേ നേരത്തെ മാർക്കറ്റിലേക്ക് സെല്ല് ചെയ്യുക. അതാണ് GCC മാർക്കറ്റിൻ്റെ ഒരു ഇത് രണ്ട് ഓറിയൻറ്റേഷനുള്ള മാർക്കറ്റാണ്. ഇപ്പോഴും ആ മാർക്കറ്റ് അങ്ങനെ തന്നെയാണോ എന്ന് ഞാനൊരു 4-5 വർഷം മുന്നേ ഇപ്പോഴും ഞാൻ ക്യാരി ചെയ്യുകയും ഞാൻ പലപ്പോഴും ആൾക്കാരോട് പറയുന്നൊരു തോട്ടാണ്. എന്താണ് നിങ്ങൾക്ക് 2 പേർക്കല്ലോ പറയാനുള്ളത്? ഇപ്പോഴും ആ മാർക്കറ്റ് ഒരു പുതിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എൻ്റർ ചെയ്യുമ്പോൾ അവർ ഈ സെയിം പ്രിൻസിപ്പിൾ നിൽക്കണോ എന്നുള്ളത് തന്നെയാണ് നിങ്ങളെ ഒരു ഇൻസൈറ്റ് 2 പേരും. ഫൈസൽക്ക് അതിന് അല്ല, ഇതിലേ ഈ തേങ്ങൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഇത് ഒരു മാർക്കറ്റിംഗ് ആണെന്ന് വിചാരിക്കരുത്. ഇവിടെ മലബാരി എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഞങ്ങൾ UAE ചുരുങ്ങിയതൊരു 4 കണ്ടെയ്നർ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് കൊണ്ടോട്ടിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ UAE കൊണ്ടുപോയി വിൽക്കുന്നുണ്ട്. നല്ല കോക്കനട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും അവൈലബിൾ ആണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരുന്ന കമ്പനി ഞങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്ര തരാത്തത് കൊണ്ട് ഞങ്ങൾ സ്വന്തം ഇപ്പോൾ ഞങ്ങൾ ഫാക്ടറി തുടങ്ങി. മലബാരി പറഞ്ഞ ബ്രാൻഡ് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ ദുബൈയിൽ ഏറ്റവും ബെറ്റർ എവിടുന്നാണോ സോഴ്സ് ചെയ്യുക എന്നിട്ട് അവിടെ വിൽക്കുക എന്നുള്ളതാണ്. ദുബൈൻ്റെ കാര്യം പറയാം. ദുബൈ നാട്ടിലല്ലോ മാർക്കറ്റ് ഫാസ്റ്റ് മാർക്കറ്റിംഗ് ആണ്. UAE അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് കൺട്രി എന്ന് പറയുമ്പം അവിടെ ബിസിനസ് ചെയ്യാൻ ആ രാജ്യത്തിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അത് 3 കോണ്ടിനെൻറ്റിൻ്റെ കൂടുന്നൊരു സ്ഥലമാണ്. കാരണം വളരെ ഈസി വേ ആണ്. അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സ്ട്രാറ്റജി ആയാലും അല്ലെങ്കിൽ കോണ്ടാക്റ്റിംഗ് ട്രാൻസ്പോർട്ട്, ഇപ്പോൾ ആഫ്രിക്ക, യൂറോപ്പ്, അതുപോലെ തന്നെ ഏഷ്യ, ഈ 3 കോണ്ടിനെൻറ്റിലേക്കും വളരെ പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ചെയ്യാവുന്ന, പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല ലോജിസ്റ്റിക് സിസ്റ്റമുള്ള രാജ്യമാണ് UAE, അതുപോലെ തന്നെ ഖത്തർ, സൗദി അറേബ്യ. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് 2 എയർലൈൻസ് ഒന്ന് ദുബൈൻ്റെതാണ്, എമിറേറ്റ്സ്. അതുപോലെ തന്നെ ലോകത്തിലെ മറ്റൊരു എയർലൈൻസാണ് ഇത്തിഹാദ്. അതുപോലെ വേറൊരു ഖത്തർ എയർവേസ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും നല്ലൊരു സീപോർട്ടാണ് ജബൽ അലി. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല ബിസിനസ് ചെയ്യാവുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ UAE ഒരു മൾട്ടി കൾച്ചറൽ സിറ്റിയാണ്. ഏകദേശം 150 രാജ്യങ്ങളുടെ മേലുള്ള ആൾക്കാർ വസിക്കുന്നു എന്നുള്ളതും ഒരു ഫ്ലോട്ടിംഗ് സിറ്റിയുമാണ്. ഇപ്പോൾ സിംഗപ്പൂർ പോലെ അല്ലെങ്കിൽ ഹോങ്കോങ് പോലെ ആ സിറ്റി ബേസ് ചെയ്ത് ആ റീജിയനിലൊക്കെ ബിസിനസ്സുകൾ. അപ്പോൾ ഇവർ മിഡിൽ ഈസ്റ്റിലേക്ക് ഇവിടുന്ന് വരുന്ന ആൾക്ക് മിഡിൽ ഈസ്റ്റ് മാത്രമല്ല മാർക്കറ്റ്, അവിടുന്ന് ഈസ്റ്റ് യൂറോപ്പ് പോലത്തെ ആ രാജ്യങ്ങളിലേക്ക് ഒരുപാട്, ഇപ്പോൾ ഇവിടെ നമ്മളെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരുപാട് ആൾക്കാർ വലിയ ബിസിനസ്സുകൾ. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് മൂസക്ക എന്ന് പറയും, ഫ്രാഗ്രൻസ് വേൾഡ്. അവരൊക്കെ 200ഓളം രാജ്യങ്ങളിൽ അവർ പ്രൊഡക്റ്റ് അയക്കുന്നു. അത്തരം അപ്പോൾ ഭയങ്കര സാധ്യതയാണ്. ആഫ്രിക്ക ആണെങ്കിലും പിന്നെ ഈസ്റ്റ് യൂറോപ്പ് ആണെങ്കിലും ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് എന്നുള്ള പ്രൊഡക്റ്റുകൾക്ക് ഈവൻ ലാറ്റിൻ അമേരിക്കയും US ഒക്കെ വലിയ ഇപ്പോൾ പെർഫ്യൂം സെഗ്മെൻറ്റിൽ മുമ്പ് പാരീസിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരുന്നത് ഇപ്പോൾ നേരെ തിരിഞ്ഞുപോയി. ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് എന്നുള്ള പെർഫ്യൂമിന് ലോക മാർക്കറ്റിലൊക്കെ വലിയ ഡിമാൻഡായി വന്നു. അപ്പോൾ എന്തുകൊണ്ടും ഏതൊരു പ്രൊഡക്റ്റും നിങ്ങളെ ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റാണ്, നിങ്ങൾ നല്ല രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മിഡിൽ ഈസ്റ്റ് നിങ്ങൾക്കൊരു ലാൻഡിങ് ഇതാണ്. അവിടുന്ന് നിങ്ങൾക്ക് ലോകം മുഴുവൻ പറക്കാം. നേരത്തെ പറഞ്ഞ പോലെ ആ ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിൽ നിങ്ങളൊരു മാർക്കറ്റ് സ്പേസ് കണ്ടാൽ, ഒരു പ്രൊഡക്റ്റ് സെഗ്മെന്റ് കണ്ടാൽ ഈസിലി സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതെ, അതും ഇപ്പോൾ നിങ്ങളൊരു ചീപ്പ് പ്രൊഡക്റ്റ് ഇട്ട് വരുന്നതിനേക്കാളും ഒരു നീഷ് യുണീക്ക് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആവും. ഇപ്പം ബാക്കിയുള്ളത് ഇപ്പോൾ നമുക്ക് ചൈന പോലത്തെ ഒരു ഗ്ലോബൽ ഒരു ഹബിനോട് കോമ്പീറ്റ് ചെയ്യാൻ പ്രയാസമാവും. പക്ഷേ സ്റ്റിൽ നമ്മളെ കൾച്ചറിനോട് റിലേറ്റഡായി നമ്മളെ ഇതിനോട് റിലേറ്റഡ് ആയ ഒരു പ്രൊഡക്റ്റിന് ഗ്ലോബൽ സ്കെയിൽ ചെയ്യാൻ വളരെ സാധ്യത കൂടുതലാണെന്നാണ് അതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ല രീതി എന്നുള്ളത്.